മഴയ്ക്കിടയിലും ഓണാഘോഷത്തിന് ഒട്ടും കുറവില്ല. നാളെ സമൃദ്ധിയോടെ ഓണമുണ്ണാൻ കേരളം ഇന്ന് ഉത്രാടപ്പാച്ചിലേക്ക് കടന്നുകഴിഞ്ഞു. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ, പുതുവസ്ത്രങ്ങൾ, പൂക്കൾ ഒക്കെ വാങ്ങാൻ വിപണിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വിപണികളിലേക്ക് നല്ല തിരക്കാണ്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ കാഴ്ചക്കുല സമർപ്പണം നടക്കുന്നു. നമ്മൾ ആ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. ഓണത്തിൻ്റെ സന്തോഷവും ആഘോഷവും ഒത്തുചേർന്ന ഈ ഉത്രാട ദിനത്തിൽ ഒരുക്കങ്ങളുടെ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ലെബി സജീന്ദ്രൻ, തൃശ്ശൂരിൽ ശക്തൻ മാർക്കറ്റിൽ നിന്ന് ജേസൺ ചമവളപ്പിൽ, കോഴിക്കോട് പാളയത്തെ പൂക്കടയിൽ നിന്ന് AK അഭിലാഷ് എന്നിവർ ഈ ഘട്ടത്തിൽ ആദ്യം നമുക്കൊപ്പം ചേരുന്നു. അപ്പോൾ ലെബി സജീന്ദ്രൻ, കാഴ്ചക്കുല സമർപ്പണം അതൊന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. എന്താണ് ഈ കാഴ്ചക്കുല? ഡോക്ടറും കാഴ്ചക്കുല സമർപ്പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഓണത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കാഴ്ചക്കുല സമർപ്പണം. സ്വാഭാവികമായും ഇതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകണം. അതായത് പഴയ ചേര വംശകാലത്തെ അന്നത്തെ ഉത്സവം തന്നെയാണ്, അതിൻ്റെ അനുസ്മരണം തന്നെയാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവം. അന്ന് ഒരുപക്ഷെ പെരുമാളിന് ഇത്തരം കാഴ്ചക്കുലകൾ സമർപ്പിച്ചിരിക്കണം. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ ഉത്സവത്തിന് ഇവിടെ വന്ന തൃക്കാക്കരപ്പന് ആ ആഘോഷത്തിൻ്റെ ഭാഗമായി കാഴ്ചക്കുല അന്നത്തെ ആളുകൾ സമർപ്പിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ തുടർച്ച തന്നെയാകണം ഇന്നും ഇവിടെ വന്ന ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഇവിടെ വന്ന ഭഗവാന്റെ മുന്നിൽ കാഴ്ചക്കുല സമർപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗം അജയ്തറയിലുണ്ട്, കളമശ്ശേരി നഗരസഭാ ചെയർമാൻ ജമാൽ മണക്കാടിനുണ്ട്. ഇതൊരു മതേതരത്വത്തിൻ്റെ ഉത്സവം കൂടിയാണ്. മതേതരത്വത്തിൻ്റെ മണ്ണാണ് തൃക്കാക്കരപ്പൻ്റെ മണ്ണ്. ഈ കാഴ്ചക്കുലയുടെ ഒരു പ്രത്യേകത എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട്. ഈ കാഴ്ചക്കുല എന്ന് പറയുന്നത് ഉത്രാടം നാളിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അവരവരുടെ വീട്ടിലും കൃഷിയിടങ്ങളിലും ഉണ്ടാകുന്ന മുഴുവൻ ഫലങ്ങളെയും കൊണ്ടുവന്ന് ഈ ഇവിടെ സമർപ്പിക്കുന്നതാണ് കാഴ്ചക്കുല കൊടുക്കുക. അത് ഗുരുവായൂരും അതുപോലെ ചോറ്റാനിക്കര എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഉത്രാടത്തിനാണ് ആ ചടങ്ങ്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്രാടം നാളിൽ, ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ അത് ഏറ്റവും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്ന കാർഷിക പശ്ചാത്തലം കൂടിയുണ്ടല്ലേ? എങ്ങനെ ഇവിടെ ഈ കാഴ്ചക്കുല സമർപ്പണം ഞാൻ എല്ലാ വർഷവും വരുമ്പോൾ ഇവിടെ കാണുന്നതാണല്ലോ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ മണ്ണിലെ ആഘോഷത്തിൻ്റെ പ്രത്യേകത? കളമശ്ശേരി നഗരസഭ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. തൃക്കാക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെയാണ് ഓണത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ക്ഷേത്രം. അതോടൊപ്പം കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളിലും തുടക്കം തൃക്കാക്കര ക്ഷേത്രത്തിലാണ്. ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഉത്സവം എന്ന നിലയിൽ ജനങ്ങൾ ഇത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. തീർച്ചയായും ഈ കാഴ്ചക്കുല സമർപ്പണം നോക്കുക. ആളുകൾ അവരവരുടെ വീട്ടിലുണ്ടാകുന്ന ഫലങ്ങളെല്ലാം കൊണ്ട്, കായയുണ്ട്, ചേനയുണ്ട്, മത്തങ്ങയുണ്ട്, മറ്റ് ഫലങ്ങളെല്ലാം ഉണ്ട്, അത് വെള്ളരിയുണ്ട്, ഇങ്ങനെ എല്ലാ ഫലങ്ങളും അവരവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഫലങ്ങൾ ഇവിടെ കൊണ്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. നോക്കൂ, ഇവിടെ ഭഗവാൻ തൃക്കാക്കരപ്പൻ എഴുന്നള്ളി നിൽക്കുകയാണ്. 9 ആനപ്പുറത്താണ് ഇന്നിവിടെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ പഞ്ചാരിമേളമുണ്ട്. മേളങ്ങളുടെ ഒരു ആഘോഷം കൂടിയാണ് ഇന്നത്തെ ദിവസം തൃക്കാക്കരയുടെ മണ്ണ്. ഇവിടെ തൃക്കാക്കരപ്പൻ ഇങ്ങനെ വന്ന് എഴുന്നള്ളി നിൽക്കും തൃക്കാക്കര ക്ഷേത്രത്തിന് മുന്നിൽ. ആ സമയത്താണ് തൃക്കാക്കരപ്പന് മുന്നിലേക്കാണ് ഇവിടെ ഇത്തരത്തിൽ കാഴ്ചക്കുലകൾ സമർപ്പിക്കാനായി നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ വളരെ ഭക്തിപൂർവ്വം ഇങ്ങോട്ട് എത്താറുണ്ട്. ഇവിടെ ഇങ്ങോട്ട് എത്തി അവിടെ സ്വന്തമായി അവിടെ നേന്ത്രക്കുലയോ വാഴക്കുലയോ ഒക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ അതിനുള്ള സൗകര്യവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങായി മാറുന്നു. ഏതായാലും തൃക്കാക്കര വാമന ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വാഴക്കുല സമർപ്പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. 10:30 മുഖ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തും വാഴക്കുല സമർപ്പിക്കാനെന്ന് അറിയിച്ചിട്ടുണ്ട് ക്ഷേത്രം ഭാരവാഹികൾ. ഏതായാലും വളരെ അത്യപൂർവം തന്നെയാണ് ആളുകൾ ഇങ്ങോട്ട് വന്ന് വാഴക്കുല സമർപ്പണം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ലെബി സജീന്ദ്രനാണ്. നല്ല തിരക്കുണ്ട്. രാവിലെ ചെറിയ മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ മഴച്ചാറ്റലിലേക്ക് അതിജീവിച്ച് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, മതേതര ഉത്സവമായിട്ട് തന്നെയാണ് ഓണത്തെ നമ്മൾ കണക്കാക്കുന്നത്. നേരത്തെ ഇപ്പോൾ നമ്മുടെ ഈ കളമശ്ശേരി നഗരസഭയുടെ അധിപൻ തന്നെ നേരിട്ട്, കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ നേരിട്ട് നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടുവല്ലോ അല്ലേ? അപ്പോൾ അതേപോലെയാണ് മൊത്തത്തിൽ കേരളമെമ്പാടും ഒരു വൈബ് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്.